ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ വെറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകൾ നമ്മളോട് വാട്സപ്പിലും മറ്റൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ടാണ്. നമ്മളൊരു പൂച്ച അല്ലെങ്കിൽ ഒരു പട്ടി മാന്തി കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണം? ഈ ചോദ്യങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് വാട്സപ്പിലൊക്കെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പലരും അരുമ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ താലോലിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കൊരു മാന്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സോപ്പ് ഉപയോഗിച്ച് നല്ലപോലെ കൈ കഴുകുക എന്നാണ്. ഈ കൈ കഴുകുന്നത് റണ്ണിങ് വാട്ടറിലായിരിക്കും. ഒരു 15 മിനിറ്റ്, മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ കൈ കഴുകിയിരിക്കണം. റാബീസ് എന്ന് പറയുന്ന അസുഖം ട്രീറ്റ്മെന്റ് ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു അസുഖമാണ് റാബീസ്. നമുക്ക് സിംറ്റംസ് കാണിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു രോഗമാണ് റാബീസ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരു രോഗമായതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം വാക്സിൻ എടുക്കുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഈ പറഞ്ഞതുപോലെ റണ്ണിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് നല്ല പോലെ നമ്മുടെ കൈ കഴുകിയിരിക്കണം. കൈയിനാണ് കഴുകിയിട്ടെങ്കിൽ കൈ ഏത് ഭാഗത്താണ് നമുക്ക് കഴുകിയിട്ടില്ല ആ ഭാഗം നല്ലപോലെ കഴുകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമതാണ് നമ്മൾ പറഞ്ഞ പോസ്റ്റ് എക്സ്പോഷർ റാബീസ് വാക്സിനേഷൻ ചെയ്യേണ്ടത്. നമ്മൾ ഈ 15 മിനിറ്റ് കൈ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ആന്റിസെപ്റ്റിക് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നന്നാവും. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറയുകയും നമ്മുടെ വൂണ്ടിനനുസരിച്ച് നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏത് കാറ്റഗറി ബൈറ്റിലാണ് പെടുന്നത്. നമ്മുടെ ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് നമ്മുടെ മാന്തിയെ കടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുറിവ് എത്രത്തോളം ഉണ്ട്, അത് ചെറിയ സ്ക്രാച്ച് ആണോ, ബ്ലഡ് വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് വ്യക്തമായിട്ട് പറയേണ്ടതാണ്. പോസ്റ്റ് എക്സ്പോഷർ റാബീസ് വാക്സിനേഷൻ എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നമുക്ക് നല്ല ഡീപ്പ് വൂണ്ടാണെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടി എടുക്കേണ്ടി വരും. അത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 ഡോസ് പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ ചെയ്യുക എന്നുള്ളതാണ്. 0, 3, 7, 14, 28. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈറ്റ് കിട്ടിയ ദിവസമാണ് 0, പിന്നെ 3, 7, 14, 28. ഇങ്ങനെ 5 ഡോസ് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കുക. അതിന് നമ്മൾ ഒരു മടിയും കാണിക്കരുത്. കാരണം ഇൻ കേസ് നമ്മളെ കടിച്ച ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് റാബീസ് പോസിറ്റീവായ ഒരു അനിമൽ ആണെങ്കിൽ ഈ അസുഖം നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് മരണം ഉറപ്പാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള മടിയും കാണിക്കരുത്. ഈ പലപ്പോഴും പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇങ്ങനെ ഒരു 5 ഡോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തേക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും? ഇനി വീണ്ടും നമ്മുടെ ഡോഗോ ക്യാറ്റോ നമ്മൾ മാന്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വാക്സിൻ എടുക്കണോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നു. നോർമലി പറയുന്നത് ഇങ്ങനെ നമ്മൾ അത് പോസ്റ്റ് എക്സ്പോഷർ എടുത്തു കഴിഞ്ഞാൽ 5 ഡോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 മാസം അതിന്റെ ഇടയ്ക്ക് ബൈറ്റോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടതില്ല. 3 മാസത്തെ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. ഇനി 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ഡോസും കൂടി എടുത്താൽ മതിയാവും. 0യിലും 3യിലും വീണ്ടും നമുക്ക് രണ്ടാമത് വീണ്ടും ഒരു ബൈറ്റ് കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. വീണ്ടും 3 മാസത്തിന് ശേഷം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ 0, 3, 2 ഡോസിൽ നമുക്ക് 2 ഡോസ് നമുക്ക് മതിയാവും. വീണ്ടും 5 ഡോസ് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 15 മിനിറ്റ് റണ്ണിങ് വാട്ടർ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ട കാര്യം പറഞ്ഞു. ഇത് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ ബൈറ്റ്സിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാഡീകോശങ്ങൾ വഴിയാണ് ഇത് നമ്മുടെ ബ്രെയിനിലെത്തുന്നത്. ഇത് നാഡീകോശങ്ങൾ വഴി സുഷുമ്ന നാഡി വഴി നമ്മുടെ ബ്രെയിനിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നേ കുറച്ച് സമയം അത് ലോക്കലി വൈറസ് ഉണ്ടാകും ആ ബൈറ്റിംഗ് സൈറ്റിൽ. അതിന് മാക്സിമം നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യുന്നത് മൂലം പുറന്തള്ളാൻ സാധിക്കും. അപ്പോൾ ഈ 15 മിനിറ്റ് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബൈറ്റ് കിട്ടിയ സ്ഥലം നല്ല പോലെ സോപ്പ് ഉപയോഗിച്ച് റണ്ണിങ് വാട്ടറിൽ ഒരു 15 മിനിറ്റ് കഴുകുക എന്നുള്ളത്. കാരണം നമുക്കറിയാം ഒരു വാക്സിൻ എടുത്ത കുട്ടിക്ക് ഇതുപോലെ റാബീസ് വന്നൊരു ഹിസ്റ്ററി നമുക്കറിയാം. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈറ്റ് കിട്ടിയ സ്ഥലത്തെ നമ്മൾ കാര്യമായിട്ട് കെയർ ചെയ്തില്ല. നമ്മൾ ആ കുട്ടിയൊക്കെ പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ എടുത്തായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൂണ്ട് നമ്മൾ നല്ല പോലെ വാഷ് ചെയ്ത് അതിൽ നിന്ന് വൈറസിൽ നമ്മൾ പുറന്തള്ളാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക.